നമസ്കാരം. കേരളത്തിന്റെ ബി.ജെ.പി മാസ്റ്റർ ബ്രെയിൻ ആര്? ഇക്കുറി താമര വിരിച്ചത് മാത്രമല്ല, ഇടത് കോട്ടകൾ പോലും കാവി പുതപ്പിച്ചുകൊണ്ട് ബി.ജെ.പി കേരളത്തിൽ ഉണ്ടാക്കിയത് വലിയ അട്ടിമറി വിജയമായിരുന്നു. കാലാകാലങ്ങളായി ബി.ജെ.പി പ്രവർത്തകർ ഇവിടെ നടത്തിയ കഠിനമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിന് കാരണം. അതിന് ചുക്കാൻ പിടിച്ച നേതാവ് ആരാണ്? അത് കെ സുരേന്ദ്രൻ തന്നെയായിരുന്നു, അതിൽ സംശയമില്ല. തമിഴ്നാട് ബി.ജെ.പി അധ്യക്ഷൻ കുപ്പുസ്വാമി അണ്ണാമലയെ പോലെ ഒരു സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിലെ ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിൽ വലിയൊരു തരംഗം തീർക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കുമായിരുന്നുവത്രേ. തിരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിൽ പറഞ്ഞു കേട്ട വലിയൊരു പ്രചാരണം ഇത്തരത്തിലായിരുന്നു. ഇത് കെ സുരേന്ദ്രൻ എന്ന കേരളത്തിലെ ബി.ജെ.പിയുടെ അധ്യക്ഷൻ കേരളത്തിൽ ഉണ്ടാക്കുന്നതിന്റെ 10 മടങ്ങ് ഇമ്പാക്ട് കേരളത്തിൽ തമിഴ്നാട് ബി.ജെ.പി അധ്യക്ഷൻ സൃഷ്ടിക്കുന്നു എന്ന തരത്തിൽ വരെ കേരളത്തിലെ ബി.ജെ.പി പ്രവർത്തകർക്കിടയിൽ തന്നെ ഒരു സംസാരം ഉണ്ടായി. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും പാലക്കാടുമടക്കം പ്രചാരണത്തിനിറങ്ങിയ അണ്ണാമലൈ വലിയ സ്വീകാര്യത നേടിയപ്പോൾ കേരളത്തിലെ ചുമതലയുള്ള സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അത്രയ്ക്കൊന്നും ചിത്രത്തിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ പുറമേ കാണുന്ന കെട്ടുകാഴ്ചയ്ക്ക് അപ്പുറത്ത് എന്താണ് യാഥാർത്ഥ്യമെന്ന തെരഞ്ഞെടുപ്പിലെ ഫലത്തിന് പിന്നാലെയാണ് ജനങ്ങൾക്ക് മനസ്സിലായത്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ച ബി.ജെ.പി തൃശൂരിൽ തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യത്തെ അക്കൗണ്ട് തുറന്നെടുത്തു. എന്നാൽ അണ്ണാമലൈ എന്ന സംസ്ഥാന അധ്യക്ഷന് കീഴിൽ തമിഴ്നാട്ടിൽ ബി.ജെ.പി സമ്പൂർണ്ണ പരാജയമായിരുന്നു. 39 സീറ്റിൽ ഒന്നുപോലും നേടാനാവാതെ തമിഴ് മണ്ണ് അണ്ണാമലയും സംഘത്തിനെയും ആട്ടിപ്പായിച്ചു. 2014 തിരഞ്ഞെടുപ്പിൽ 5.5% വോട്ട് മാത്രമായിരുന്നു ബി.ജെ.പി തമിഴ്നാട്ടിൽ നേടിയത്. പിന്നീട് ബി.ജെ.പി തുടർഭരണം നേടിയ 2019 വീണ്ടും അവിടെ വോട്ട് ശതമാനം ഇടിഞ്ഞ് 3.67% മാറി. അത്തരം ഒരു സാഹചര്യത്തിലാണ് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് ബി.ജെ.പി ഒരുങ്ങിയത്. എന്നാൽ മുൻ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ അണ്ണാമലൈ എന്ന സംസ്ഥാന അധ്യക്ഷന്റെ പ്രവർത്തനത്തിന്റെ മികവിൽ സംസ്ഥാനത്ത് നേട്ടമുണ്ടാക്കാം എന്നായിരുന്നു ബി.ജെ.പി കണക്കുകൂട്ടൽ. പക്ഷെ അത് കേരളത്തിൽ മാത്രമാണ് നടന്നത്. കേരളത്തിൽ കെ സുരേന്ദ്രന്റെ വലിയ രീതിയിലുള്ള ഒരു കൈകടത്തൽ ഇതിലുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി 100 ദിന യാത്ര ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രചരണം നടത്താൻ അണ്ണാമലൈക്ക് സാധിച്ചിരുന്നു. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ വേദികളിൽ അഴിമതി വിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന കുടുംബ രാഷ്ട്രീയ വിരുദ്ധനായ അണ്ണാമലൈ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു. എന്നാൽ കേരളത്തിൽ മറിച്ചായിരുന്നു സ്ഥിതി. കെ സുരേന്ദ്രൻ എന്ന സംസ്ഥാന അധ്യക്ഷൻ കഴിവുകെട്ടവനാണ് എന്ന തരത്തിൽ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ പോലും വലിയ രീതിയിലുള്ളൊരു പ്രചരണമുണ്ടായി. അധിക്ഷേപ പ്രചാരണങ്ങളും വലിയ രീതിയിൽ സൈബർ ഇടങ്ങളിലും പ്രചരിച്ചു. എന്നാൽ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് സംസ്ഥാനത്തുടനീളം ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കാൻ ബി.ജെ.പിക്ക് ഇക്കുറി സാധിച്ചു. ഒപ്പം തന്നെ കേന്ദ്ര നേതാക്കളെ രംഗത്തിറക്കിയുള്ള പ്രചരണങ്ങളും അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ മറ്റു മുന്നണികൾ പ്രവർത്തിച്ചതിന്റെ 10 മടങ്ങ് കാര്യശേഷിയോടെയും വലിയ രീതിയിൽ വിവേകബുദ്ധിയോടെയും ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു എന്നാണ് ഫലം പുറത്തു വന്നതിന് പിന്നിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇതിന്റെ എല്ലാം ഫലമായാണ് തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ആറ്റിങ്ങലിലും തൃശ്ശൂരിലും എല്ലാം ബി.ജെ.പി ഉണ്ടാക്കിയ വലിയ രീതിയിലുള്ളൊരു നേട്ടം സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത ഒരു തരത്തിലേക്ക് എത്തിയത്. ഇതിന്റെ എല്ലാം പിന്നിൽ ഊണുമുറക്കവുമില്ലാതെ പ്രവർത്തിച്ചത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി നേരിടാൻ പാർട്ടി നിയോഗിക്കുമ്പോഴും ആ മണ്ഡലത്തിനൊപ്പം കേരളത്തിലെ മറ്റെല്ലാ മണ്ഡലങ്ങളുടെയും സാധ്യതകളെല്ലാം കൃത്യമായി കണക്കുകൂട്ടി സംഘടനയെ നയിച്ച ആ നേതൃമികവിനുള്ള അംഗീകാരം കൂടിയാണ് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ ഉണ്ടായത്. കുപ്പുസ്വാമി അണ്ണാമലൈ എന്ന തമിഴ്നാട് ബി.ജെ.പി അധ്യക്ഷൻ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് ഏറെക്കുറെ അപ്രസക്തരാകുമ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഒരിക്കലും വേരുറപ്പിക്കാൻ കഴിയില്ലെന്ന് എഴുതപ്പെട്ട കേരളത്തിന്റെ മണ്ണിൽ താമര തഴച്ചു വളരാൻ തുടങ്ങിയിരുന്നു. തൃശ്ശൂരിലെ ഒരു സീറ്റിൽ നിന്ന് കേരളം തന്നെ പിടിക്കാൻ ഉറച്ച ബി.ജെ.പി ഒരുങ്ങുമ്പോൾ നിങ്ങൾ കണ്ട പഴയ കെ സുരേന്ദ്രൻ ആയിരിക്കില്ല അതിന്റെ മുന്നിൽ ഉണ്ടാവുക എന്നത് ഉറപ്പാണ്.